ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ ഇതുവരെ നീ ഒരു പെണ്ണെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം നീ ഞങ്ങളോട് പറയുന്നത്. അപ്പൊ പിന്നെ രാജു അല്ല, ഏത് രാജാവാണെങ്കിലും അവനെ നമ്മൾ പൂട്ടിയിരിക്കും. കാണുക മാത്രമല്ല, മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. എവിടെ വെച്ചാടാ നീ അവളെ കണ്ടത്? ഇതെവിടെയുള്ള പെണ്ണ? പെണ്ണിവിടെയൊക്കെ ഉള്ള ആള് തന്നെ. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപ് വർമ്മയല്ലേ? വർമ്മയെങ്കിളുടെ മകളാ. കലക്കെളിയ പിടിച്ച് നീ അവസാനം പുളിങ്കൊമ്പി തന്നെ കയറി പിടിച്ചല്ലോ. എന്ത് പുളിങ്കൊമ്പടാ? കാശും പണമൊന്നും കണ്ടിട്ടൊന്നും അല്ലടാ, സൗന്ദര്യം. അവളുടെ വശ്യമായ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീണുപോയത്. വശ്യമായ സൗന്ദര്യവും സാഹിത്യഭാഷയാണല്ലോ അളിയ. അത്രയ്ക്ക് സുന്ദരിയാണോ? സുന്ദരി എന്ന് പറഞ്ഞ വെറും സുന്ദരിയല്ല, ഒരു അപ്സരസ്. കുഞ്ഞി കണ്ണുകളും കുഞ്ഞി മൂക്കും നല്ല ചിരിയും. അവളുടെ മുടിയൊക്കെ കിടക്കുന്ന കണ്ടാലുണ്ടല്ലോ, അവളൊരു അപ്സരസാണ്, അപ്സരസ്. നീ പറയുന്ന കേട്ടിട്ട് അവളെ കാണാൻ ഞങ്ങൾക്ക് കൊതിയാവുന്നതാ. കാണിച്ചു തരാം. അളിയാ, സൂപ്പർ സെലക്ഷനാണ്. വെറുതെ അല്ല, ഇത്രയും നാളും കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നിന്നവൻ ഒരു പെണ്ണെ കണ്ടപ്പോഴേക്കും ഇങ്ങനെ അങ്ങ് വീണുപോയത്. കൊള്ളാട, സുന്ദരിയ. നിനക്ക് നന്നായിട്ട് ചേരുന്ന കുട്ടിയാ. താങ്ക് യു. എടാ, ഇവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവളെ വീട്ടുകാരെ അച്ഛനെ ഒന്ന് ഇങ്ങോട്ട് ക്ഷണിക്കണ്ടേ? അതിനല്ലടാ നിന്റെ സ്പെഷ്യൽ ഡേ വരാൻ പോകുന്നത്. അതെ അളിയ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം വരാൻ പോകുന്നത്. ആ ദിവസം അവരെ നീ ക്ഷണിക്ക്. അതൊരു നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാല്ലേ? അച്ഛനും അമ്മയോടും പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ പോയി അവരെ ക്ഷണിക്കാം. അതിലിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു? അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞിട്ട് നേരെ അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ സെറ്റപ്പ് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എടാ, നിന്റെ സ്നേഹം എന്താണെന്ന് ഋതികയെ അറിയിക്കുന്നു. അളിയ, പിന്നൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവളെ മീറ്റ് ചെയ്യുന്നത് കല്യാണം മുടങ്ങിയ കല്യാണ പന്തലിൽ വെച്ച. കല്യാണം മുടങ്ങിയോ? അതെന്തു പറ്റി? അതൊരു ചെറിയ കഥയാ, അത് ഞാൻ പിന്നെ പറയാം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവളെ കല്യാണം കഴിക്കാണ്ടിരുന്നവനല്ല. ഇവളുടെ വീട്ടില് വർമ്മയെങ്കിളുടെ ഒരു PA ഉണ്ട്. അവന്റെ പേര് രാജു എന്നാണ്. അവൻ എനിക്കൊരു ഭീഷണിയാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ പെങ്കൊച്ച് കുറച്ചുനാള് ഇവനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ച് ഇവന്റെ വീട്ടിലായിരുന്നു. അങ്ങനൊരു കഥാപാത്രം ഉണ്ടോ? എടാ, നീ പല പെണ്ണുങ്ങളെയും പ്രേമിച്ചിട്ടുണ്ട്, അവരുടെ പുറകെ നടന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടതൊക്കെ അവരെയും നേടിയെടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇതുവരെ നീ ഒരു പെണ്ണെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം നീ ഞങ്ങളോട് പറയുന്നത്. അപ്പൊ പിന്നെ രാജു അല്ല, ഏത് രാജാവാണെങ്കിലും അവനെ നമ്മൾ പൂട്ടിയിരിക്കും. നീ അവനെയും കൂടി വിളിക്കടാ, നമ്മൾ നടത്താൻ പോകുന്ന ഫംഗ്ഷനിലേക്ക്. വിളിക്കല്ലേ? പിന്നല്ലാതെ. അവനെ നീ ഒന്ന് സ്പെഷ്യലായിട്ട് ക്ഷണിച്ചേക്ക്. അവനെ നമുക്ക് ഇവിടെ ഇട്ട് പൂട്ടാം. അത് തന്നെ, 8ന്റെ പണി അവന് കൊടുക്കാം. ശരി മച്ചാ, നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ആയി. നമ്മളിത് തകർക്കൂടാ. യെസ്. മാഡം, ഋതിക മാഡം. രാജു എത്തിയോ? മാഡം, ദിവ്യം കുഞ്ഞൂടെ? അവര് ദീപകിന്റെ റൂമിൽ തന്നെ ഉണ്ട്.
നൂലുകെട്ടിനായിട്ട് ഒരുങ്ങുക. അംബിക മാഡം രാവിലെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ? അതാണ് അത്ഭുതം രാജു. ഞാൻ വിചാരിച്ചത് അമ്മായി എന്തെങ്കിലും അസുഖം അഭിനയിച്ച് ചടങ്ങ് മുടക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു. പക്ഷെ ഇതുവരെ അമ്മായിയും ദീപക്കും അനങ്ങിയിട്ടില്ല. ഭാഗ്യം. മാഡം അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ. നിശബ്ദരായ ശത്രുക്കളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോ അമ്മായി പ്രശ്നം ഉണ്ടാക്കുന്നാണോ രാജു പറയുന്നത്? ദിവ്യയുടെയും ദീപകിന്റെയും കുഞ്ഞിന്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങുമാണ് നടക്കാൻ പോകുന്നത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അംബിക മാഡം ഇന്ന് ഈ വീട്ടില് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. ആ ഭൂകമ്പത്തിന് മുൻപുള്ള നിശബ്ദതയിലാവാം ഇപ്പൊ അമ്മയും മകനും. യാമിനി മാഡം, ചെറിയമ്മ, അമ്മായി പ്രശ്നം ഉണ്ടാക്കുന്ന രാജു പറയുന്നത്. ദിവ്യയും കുഞ്ഞും പാവല്ലേ? നമ്മൾ എന്ത് ചെയ്യും രാജു? രാജുവിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ട് മാഡം. ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇന്നലെ തന്നെ ഞാൻ ദീപക്കിനെതിരെ ആ കുഞ്ഞിന് നീതി ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു തെളിവ് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. ഈ സാഹചര്യത്തില് രാജു ഇവിടുന്ന് പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ ഇപ്പൊ പോയാലേ നമുക്ക് അംബിക മാഡത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവൂ മാഡം. യാമിനി മാഡം, എന്താ രാജു? ചടങ്ങ് നടത്തേണ്ട പൂജാരി ഇപ്പൊ എത്തും. മാഡം പൂജാ കാര്യങ്ങളില് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. സാധനങ്ങളൊക്കെ ഞാൻ ഹാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ശരി രാജു, അത് ഞാൻ നോക്കിക്കോളാം. രാജു ധൈര്യമായിട്ട് പോയിട്ട് വാ. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് എത്തുമല്ലോ? എത്തണം മാഡം. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എത്തിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. എങ്കിൽ രാജു പോയിട്ട് വാ. ശരി മാഡം. മോള് പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവാതെ രാജു നോക്കിക്കോളും. പിന്നെ കൊച്ചിന്റെ പേരിടിയല് 28 കെട്ട്. കൊച്ചിന്റെ പേരിടല് 28 കെട്ടൊന്നുമല്ല. അവളാ ദിവ്യയുടെ ആ കുഞ്ഞിന്റെയും പണി ഞാൻ തീർക്കുന്നുണ്ട്. ഈ ദീപക്കാരാണെന്ന് അവർക്ക് ശരിക്കും അറിയാൻ പാടില്ല. ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത എന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുക ഇവിടെയുള്ള എല്ലാവരും.